ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। गुरवे गौरचन्द्राय राधिकायै तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। यस्वानुभावमकम् अध्यात्मदीपमतितीर्षदन्तमोन्दं संसारिणां करुणयागपुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। नारायणं नमस्कृत्य नरं चैव नरं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवत्युत्तमश्लोके भक्तिर्भवति नैष्टिकी। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवं। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। कथञ्जनस्मृते यस्मिन् दुष्करं सुकरं भवेत्, विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्। आनन्दलीलामय विग्रहाय हेमाभदिव्यश्च विसुन्दराय तस्मै महाप्रेमरसप्रदाय चैतन्यचन्द्राय नमो नमः। नमामि देवं करुणानिधानं तमालवर्णं सुवितावतारं भारसंसारसमुद्रसेतुं भजामहे भागवतस्वरूपम्। कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു കൃഷ്ണാവബോധത്തോടു കൂടിയുള്ള ഒരു പുതുവർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയും അത് പറയുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ എല്ലാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ ഭാഗവതവും മറ്റ് എല്ലാ കാര്യങ്ങളും പഠിക്കാനും ആത്മീയതയിലേക്ക് ഉയരുവാനും അതുപോലെ ആത്മീയത ഒട്ടും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുവാനും നമ്മുടെ ക്ലാസ് ഈ വെളുപ്പിന് നടക്കുന്ന ഈ ക്ലാസ്സും ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാഗവതത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. അതുപോലെ നല്ലതായിട്ട് പ്രഭാത ലീലാമൃതം വായിച്ച് രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നിങ്ങളെ ഒന്ന് മാറ്റിയെടുത്ത് ഭാഗവതത്തിലേക്ക് കൊണ്ടുവന്നു. അതിനും ഞാൻ നിങ്ങളോടെല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. കാരണം പ്രഭുപാദ് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറുന്നതാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ആത്മീയതയിലേക്ക് പുരോഗതി പ്രാപിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള പക്ഷേ പ്രഭുപാദനും നമ്മുടെ ഗുരുക്കന്മാരും എല്ലാം ഭാഗവതത്തിൽ നിങ്ങളുടെ തല ഊന്നിപ്പിടിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഭാഗവതവും അതോടൊപ്പം പഠിക്കാം. ഹരേ കൃഷ്ണ. നമ്മള് ശ്രീമദ് ഭാഗവതം 21 ശ്ലോകമാണ് ഇല്ലേ? 21, 20, 14 അധ്യായം. ഹരേ കൃഷ്ണ എന്ന് പറയും. നിങ്ങൾ എവിടെ വരെ പഠിച്ചു എന്നുള്ളതൊന്ന് കേൾക്കട്ടെ. ഹരേ കൃഷ്ണ. മാതാജി 21 എടുത്തല്ലോ മാതാജി? എടുത്തില്ലേ? 21 എടുത്ത് ഭഗവാന്റെ പാദങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 4:20. ഇപ്പം എല്ലാ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഭാഗവതം ഇല്ലാത്തവർക്ക് ശ്ലോകം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മള് 21 ശ്ലോകം ഒന്ന് വായിക്കുവാരെങ്കിൽ 21 ശ്ലോകം. ഹരേ കൃഷ്ണ. അതിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്ത് പറ്റി, കേൾക്കുന്നില്ലല്ലോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാനോ മാതാജി? വായിക്കട്ടെ. വായിക്കും ഓം മാതാജി, നമോ വായിക്കും. ഭഗവതേ. മാതാജി തെറ്റുണ്ടെ ക്ഷമിക്കണേ, എനിക്ക് അറിഞ്ഞൂടാ. ഹരേ ഒരു കൃഷ്ണ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഓം നമോ ഭഗവതേ വാസുദേവ. മന്യ ഏതൈർമഹോത്പാദൈർനൂനം ഭഗവത പദൈഃ അനന്യ പുരുഷ ശ്രീഭിർഹീന ഊർഹത സൗഭഗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഭഗവത പദൈഹ അല്ല, ഐ വരുമ്പോഴേ നമ്മൾ അയ്യോ ഈയോ വരുമ്പോൾ ഹി എന്ന് യൂസ് ചെയ്യും. പദൈഹി. ആ വരുമ്പോഴാണ് ഹരേ കൃഷ്ണ. ആ വരുമ്പോഴാണ് ഹ ഉപയോഗിക്കുന്നത്. മനസ്സിലായി? അപ്പൊ അത് വ്യത്യാസം അത്രേ ഉള്ളൂ. വിസർഗം ആയിലേക്ക് വരുമ്പോൾ നമ്മൾ ഹ ഉപയോഗിക്കും, നമ്മള് ഹി ഉപയോഗിക്കും. അത് മനസ്സിലാച്ചാൽ മതി. ഭഗവത പദൈഹി അങ്ങനെയാണോ പദൈഹി. മാതാജി? അതെ, ഐ വന്നത് കൊണ്ടാണ് അവിടെ പദൈഹി എന്ന് പറഞ്ഞത്. ഐ വന്നില്ലേ, പദൈ. അപ്പൊ പദൈഹി എന്ന് പറഞ്ഞു. മന്യേതൈർ മഹോത്പാദൈർ നൂനം ഭഗവത പദൈഹി അനന്യ പുരുഷ ശ്രീഭിർ ഹീന ദുർഹത സൗഭഗ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ പാദാംബുജ മുദ്രകളാൽ അലങ്കൃതമാകത്തക്ക വിധം സൗഭാഗ്യവതിയായിരുന്നു ഈ ലോകം. എന്നാൽ ഇപ്പോൾ ദുസൂചനകളൊക്കെ കാണുന്നു. ഈ ദുസൂചനകളൊന്നും തന്നെ നല്ലതായി തോന്നുന്നില്ല. ഇനിയും ലോകം നന്മ നിറഞ്ഞതായിരിക്കില്ല. ഭഗവാന്റെ പാദപത്മങ്ങൾ കാണാൻ കഴിയുമോ എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപത്മങ്ങളെ കുറിച്ച് എല്ലാവരും ആ പടമൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ആ പാദപത്മങ്ങളിൽ പ്രധാനമായിട്ട് ഒരുപാട് പാദപത്മങ്ങളിൽ ഒരുപാട് അടയാളങ്ങളുണ്ട്. നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ ആ പാദപത്മങ്ങളിലെ ഓരോ അടയാളങ്ങൾ കാണിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോഴേ വലതു പാദത്തിൽ 8 ചിഹ്നങ്ങൾ ഉണ്ടെന്നും ഇടതു പാദത്തിൽ 7 ചിഹ്നങ്ങൾ ഉണ്ടെന്നും പ്രധാനമായിട്ടാണ്. പിന്നീട് വേറെയും ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ 8, 7, 15 ഉള്ളൂ എന്ന് ആരും വിചാരിക്കേണ്ട. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രപഞ്ചം മുഴുവനും വന്നിരിക്കുന്ന അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന്റെ പാദത്തിൽ എല്ലാ അടയാളങ്ങളും, അതിൻ്റെതായ എല്ലാ അടയാളങ്ങളും അടങ്ങിയിട്ടും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ പ്രധാനമായിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങള് 10ാം സ്കന്ധം പഠിക്കുന്ന സമയത്ത് നമുക്കതേക്കുറിച്ച് അല്ലെങ്കിൽ ആ കാലത്ത് എന്ന് വെച്ചാൽ ഈ അടുത്ത ആ കാലത്ത് നമുക്ക് പഠിച്ചെടുക്കാം. നിങ്ങൾക്ക് അതിനു മുമ്പ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മളെ വലതുഭാഗത്തെ തള്ളവിരലിന്റെ താഴെ അറ്റത്തായിട്ട് നമുക്കറിയാം ഒരടയാളമുണ്ട്. അത് ബാർലിയുടെ അടയാളമാണ്. ബാർലി എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ധാന്യമാണ് എന്നുള്ളത് അറിയാം അല്ലേ? അപ്പം ബാർലി നമ്മളിപ്പോ എല്ലാവരും ധാന്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ മനുഷ്യർക്കൊക്കെ അസുഖമായതുകൊണ്ട് എന്താണ് അരി സാധനങ്ങൾ കുറച്ചിട്ട് നമ്മൾ പല ധാന്യങ്ങളും മില്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് ഈ ബാർലി എന്ന് പറയുന്നത്. അപ്പം ബാർലി ധാന്യമാണ്. അപ്പം നമ്മളെ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ലക്ഷണമായി നമ്മൾ കാണുന്നത് ഭൗതിക പുരോഗതിയുടെ അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ധാന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമൃദ്ധമായി ജീവിക്കുന്നതിൽ നിന്ന് നമ്മൾ ശരീരത്തെ നിലനിർത്തുവാൻ അത് ആവശ്യമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് നമ്മുടെ ശരീരം നമ്മളല്ല എന്നുള്ളത്. എന്താണ്? ആ ശരീരത്തെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ആ ശരീരം പ്രകൃതിയുടേതാണ്. അത് നമ്മൾക്ക് പ്രകൃതിക്ക് കൊടുക്കണം. അപ്പൊ ഇതിൽ നിന്ന് ഇതേന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കാതെ നമ്മുടെ ശരീരത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നാ ചോദിക്കുക. അതില്ലാതെ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. അതും വേണം. അപ്പം അതും ഭഗവാനാണ് തന്നിരിക്കുന്നത്, വേറെ ആരുമല്ല തന്നിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ തന്നിട്ടുള്ള ആ ഭൗതികമായ പുരോഗതിയെ നമ്മൾ കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് വീണു പോകാതെ ഇരിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ബാർലിയുടെ അടയാളം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് സുദർശന ചക്രം. എല്ലാവർക്കും കേട്ടിട്ടുള്ളത് തന്നെയാണ് സുദർശന ചക്രത്തെ കുറിച്ച്. എപ്പോഴാണോ ഭഗവാന് ഭക്തന്മാരെ സഹായിക്കേണ്ടി വരുന്നത് അപ്പോഴെല്ലാം ഭഗവാൻ സുദർശന ചക്രം എന്ന് വെച്ചാൽ വളരെ ഭക്തന്മാർ വളരെയധികം ആപത്തിൽപ്പെടുന്നു എന്ന് കണ്ടാൽ തീർച്ചയായും ഭഗവാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സുദർശന ചക്രം
പറയുകയാണ്. അപ്പൊ ഈ സുദർശന ചക്രം കാണുന്നു. സുദർശന ചക്രം നമ്മളിലുള്ള അന്ധകാരത്തെ നീക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഏത് ഈ സുദർശന ചക്രം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? നമ്മൾ അജ്ഞത നിറഞ്ഞവരാണ്. നമ്മുടെ മനസ്സ് മുഴുവൻ അജ്ഞത കൊണ്ട് അന്ധകാരത്തിൽ മുടിയിരിക്കുമ്പോൾ ആ അന്ധകാരത്തെ നീക്കാനായിട്ട് നമുക്കൊരു ജാജ്വല്യമായ ഒരു പ്രകാശം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിലുണ്ട്. ആ പ്രകാശത്തെ ഉദ്ദേശിച്ചാണ് ഏത് ഈ സുദർശന ചക്രം നമ്മളത് ഉദ്ദേശിക്കണം. അപ്പൊ നമുക്ക് നമ്മളെ അന്ധകാരം നീക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്താണ്? തേഷാമേവാനുകമ്പാത്തമഹമജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വത. എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ ഭഗവത്ഗീതയിലെ 4 പ്രധാനപ്പെട്ട ഭഗവത്ഗീതയുടെ എന്താണ് ഏറ്റവും സീഡ് വേർഡ്സ് ആണ് ഏത്? അഹം സർവസ്യ പ്രഭോ മതഃ സർവം പ്രവർത്തതേ. അത് എല്ലാവർക്കും അറിയാമല്ലോ. ആ 4 ശ്ലോകങ്ങളെ അതിൽ പറയുന്നുണ്ട്. നിങ്ങള് എന്റെ അനുകമ്പ കൊണ്ട് തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ, നിങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കിയതിനു ശേഷം, ആ തമസിനെ മാറ്റിയതിനു ശേഷം, ജ്ഞാനം പറയുന്ന തമസാണ്, തമസിക് നേച്ചറാണ് പ്രകൃതിയുടെ. അജ്ഞാനത്തെ നീക്കിയതിനു ശേഷം തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വത. ഞാൻ എന്നുള്ള ആ ഭാവത്തെ ഞാൻ നിങ്ങളുടെ മാറ്റിയിട്ട് നിങ്ങളെ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളെ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്ന സമയത്ത് ഞാൻ എന്നുള്ള ഭാവത്തെ എല്ലാം മാറ്റിയതിനു ശേഷം എന്ത് ചെയ്യും? ദേശാം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വത. ജ്ഞാനം കൊണ്ട് നിങ്ങളെ പൂർണ്ണമാക്കി ഞാൻ മാറ്റും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെ സുദർശന ചക്രം ആ അജ്ഞാനത്തെ മാറ്റുന്നതിനെ ഉദ്ദേശിക്കുന്ന ഒരു സിമ്പലാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം സുദർശന ചക്രം എന്ന് പറയുന്നത് എത്ര പ്രകാശധോരണി ഉള്ളതാണെന്ന് അറിയാമോ? തത് സൂര്യകോടി പ്രതിമം സുദർശനം രാഞ്ജല്യമാനം പ്രഭം എന്നാണ് പറയുന്നത്. അത്രമാത്രം 100 കോടി സൂര്യന്റെ തേജസ് ഉൾക്കൊള്ളുന്നതാണ് ഈ സുദർശന ചക്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് തത്കോടി പ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനന പ്രഭം. പ്രളയം വരുന്നത് പോലെ അതിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വരികയാണ്. അപ്പം 100 കോടി സൂര്യ തേജസ് ഉൾക്കൊള്ളുന്നതാണ് ഈ സുദർശനം. അതിന്റെ ഒരു ചിഹ്നമാണ് അവിടെ കാണുന്നത്. പിന്നെ വേറൊരർത്ഥം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചക്രം അസുരന്മാരെ വധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് അസുരന്മാരെ വധിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഓരോരുത്തരെയും ഭഗവാൻ ചിന്തിക്കേണ്ട, ആ ചക്രം അങ്ങോട്ട് ഭഗവാനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചക്രം പോയി കാര്യങ്ങൾ നടത്തുന്നതെന്ന് നമ്മൾക്ക് വായിച്ചിട്ടുണ്ട്. അസുരന്മാരെ ഒരുപാട് അസുരന്മാരെ വധിക്കുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിൽ അസുരന്മാരുണ്ട്. അതാരാണെന്ന് പറയാമോ എല്ലാവർക്കും? ആർക്കെങ്കിലും നമ്മുടെ ഉള്ളില് ഉള്ള അസുരന്മാരാരാ? നമ്മൾ എല്ലാവരിലും ഉണ്ട് അല്ലെ? കാമക്രോധ മോഹ മതമാത്സര്യങ്ങളെ അതിനെ നശിപ്പിക്കുന്നതിനും ഈ പ്രകാശം അതിനെ കൂടി ഉദ്ദേശിക്കുന്നു. അപ്പം പിന്നെ അതുപോലെ തന്നെ എപ്പോഴാണോ നമ്മൾ സുദർശന ചക്രമുള്ള ആ ഭഗവാന്റെ പാദത്തെ സ്മരിക്കുന്നുവോ അപ്പൊ അവരെല്ലാം കാലചക്രത്തിന്റെ കറക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. നമ്മൾ അതേക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഈ കാലചക്രത്തിന്റെ ആ ഒരു പോക്കിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയുന്നു. പിന്നെ അങ്ങനെ സുദർശന ചക്രം നമ്മളെ കാലത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഇതെല്ലാം അതിന്റെ ഒരു ചിഹ്നമായി. ഇതെല്ലാം സുദർശന ചക്രം രക്ഷിക്കുന്നോ എന്ന് ചോദിച്ചാൽ ഭഗവാനിലുള്ള ആ ഭാവം നമ്മളെ ഇതിൽ നിന്നെല്ലാം മാറ്റി മറിക്കണം. എങ്ങനെ അത് സാധിക്കും? നമ്മൾക്ക് നാമജപം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നാമജപം കൊണ്ട് നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ആ ഭഗവാന്റേതായ രൂപത്തിലും നാമത്തിലും നമ്മളെ അങ്ങ് മുഴുകുമ്പോൾ നമ്മൾ ഈ ഭാവം എല്ലാം ഭഗവാൻ നമുക്ക് തരികയും ഭഗവാൻ നമ്മളെ ആ അജ്ഞതയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും മറ്റൊരു അടയാളമാണ്, അടുത്ത അടയാളം കുടയുണ്ട്. കുടയുടെ ഒരു അടയാളമുണ്ട്. കുട നമുക്ക് എന്തിനാണ്? മഴ പെയ്യുമ്പോൾ നമുക്ക് എന്താണ്? നിവർത്തി പിടിക്കുമ്പോൾ നമുക്ക് മഴവെള്ളം വീഴാതെ ഒരാശ്രയമായിട്ട് നിൽക്കുന്നതാണ് കുട എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെയിലത്ത് പോകുമ്പോൾ തണൽ നൽകുന്നു അല്ലെ? അപ്പൊ അങ്ങനെ ആ എങ്ങനെ കുട പിടിച്ച് നമ്മൾ മഴയിൽ നിന്ന് രക്ഷപ്പെടുന്നുവോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം?
ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നിവയിൽ നിന്ന് രക്ഷ നേടാം. നിങ്ങൾക്കെല്ലാം ഇത് മൂന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അതിനും പറയുന്നില്ല. എന്താണ് ആധ്യാത്മികം, എന്താണ് ആദിഭൗതികം, അതിദൈവികം, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ അറിയാമല്ലോ. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം, ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. മാതാജി ഒന്നുകൂടെ പറയണേ മാതാജി, ഞാനില്ലായിരുന്നു, ഞാൻ ഇന്ന് ആദ്യമായിട്ട് കയറുക. അതെയോ? ആരാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ? ഒന്ന് എളുപ്പം പറഞ്ഞാട്ടെ. ആദിഭൗതികം, ആധ്യാത്മികം, അതിദൈവികം. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒന്ന് പറയും. ഹരേ കൃഷ്ണ. ആർക്കും കിട്ടുന്നില്ലേ? പറഞ്ഞോളൂ. നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. പിന്നെ പ്രകൃതി, അങ്ങനെ അതിൽ നിന്നുണ്ടാകുന്നതാണ് ആദിഭൗതികം, ഭൂകമ്പം, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ദൈവികം, അതിദൈവികം, ആധ്യാത്മികം മനസ്സും, പിന്നെന്താ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്നത്. ആധ്യാത്മികം. പിന്നെന്താണുള്ളത്? അതിഭൗതികമായിട്ടുള്ളത്. പിന്നെന്താണുള്ളത്? വേറെ ആരെങ്കിലും കറക്റ്റ് ചെയ്യൂ. ഹരേ കൃഷ്ണ. ഇത് എളുപ്പം ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്. അതിഭൗതികം, ആധ്യാത്മിക, അതിദൈവികം. മറ്റ് ജീവജാലങ്ങളിൽ നിന്നുണ്ടാകുന്നത് അല്ലെ, മറ്റ് ജീവജാലങ്ങളിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥത. അപ്പൊ അത് മറ്റു ലോകത്തിലുള്ള മറ്റ് ജീവജാലങ്ങളിൽ നിന്നും നമ്മുടെ കൂടെ നടക്കുന്ന ചിലപ്പോൾ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ വേറെയുള്ള ജീവജാലങ്ങളാകാം, അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടായി വരുന്നുണ്ട്. പിന്നെന്താണ്? അതിദൈവീകം എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവികമായിട്ടുള്ളത് ദേവന്മാരിൽ നിന്നുണ്ടാകുന്നത്. എന്തൊക്കെയാ അതിന് ഉദാഹരണം പറയുക? മഴ, അതൊക്കെ ഉണ്ടാകുന്നത് വളരെയധികം നാശനഷ്ടങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്നു. അത് ആദിദൈവികമായിട്ടുള്ള ഭാവത്തിൽ നിന്നുണ്ടാകുന്നു. പിന്നെന്താണുള്ളത്? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ദേഷ്യം, കോപം, ക്രോധം, അതിൽ നിന്നൊക്കെ പിന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത, മാനസികമായ അസ്വസ്ഥത. അപ്പൊ 3 എണ്ണമാണുള്ളത്. ഒന്ന് ദേവന്മാരുടെ അതിദൈവികമായിട്ടുള്ള കോപത്തിൽ നിന്നുണ്ടാകുന്നത് എന്ന് വെച്ചാൽ അതിദൈവികം എന്ന് പറയുമ്പോൾ ഈ ഭൗതിക പ്രപഞ്ചത്തെ ഉദ്ദേശിക്കുന്നു. അങ്ങനെ ആ ഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണ് അതിദൈവികം എന്ന് പറയുന്നത്. ആധ്യാത്മികം എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ മാനസ ശരീരം, ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്നത്. പിന്നെന്താണ്? മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഈ 3 ഭാവങ്ങളാണ് അതിദൈവികം, ആധ്യാത്മികം, അതിഭൗതികം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ 3 ഭാവങ്ങളെയും മാതാജി കിട്ടിയോ? മാതാജി, അതിഭൗതിക, മനസ്സിലായി മാതാജി. ഇത് താപത്രയം പറയുന്നല്ലേ മാതാജി? ഇത് അതെ, താപത്രയം. അപ്പം അങ്ങനെ എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും. പിന്നെ എന്താണ്? ഈ കുട എന്ന് പറയുമ്പോൾ ഗോവർദ്ധന ലീലയെ കൂടി നമ്മൾ സ്മരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു 7 വയസ്സുള്ള കുട്ടി ആ ഒരു ഗോവർദ്ധനത്തെ ഉയർത്തിക്കൊണ്ട് ഒരു കുട പിടിക്കുന്നത് പോലെ നിന്ന് വൃന്ദാവനവാസികളെ സംരക്ഷിച്ചു. ആരിൽ നിന്ന്? ഇന്ദ്രന്റെ അതിഭയങ്കരമായ ആ പേമാരിയിൽ നിന്ന് രക്ഷിച്ചത്. അതിനെ നമ്മൾ ഓർക്കുന്നു. അപ്പൊ നമ്മുടെ ഭാവം നമ്മൾ കൃഷ്ണനിലേക്ക്, നമ്മുടെ മനസ്സ് കൃഷ്ണനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കൂൺ ഉയർത്തിപ്പിടിക്കുന്ന, ഒരു കുമിൾ ഉയർത്തിപ്പിടിക്കുന്നത് പോലെയാണ് ഭഗവാൻ അതിനെ ഉയർത്തിപ്പിടിച്ചത്. അതുപോലെ ഭഗവത് തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് എങ്ങനെ വരുന്നു എന്നറിയില്ല, മുകളിൽ നിന്ന് കരുണ ഉണ്ടാകും എന്നുള്ളത്, ഭഗവത് കാരുണ്യമായിരിക്കും അവർക്ക് ലഭിക്കുക എന്നുള്ളതും ഇതിൽ നിന്ന് നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനിയും കുട കഴിഞ്ഞാൽ അടുത്തതായിട്ട് കൊടിയുണ്ട്. ഒരു കൊടിയുടെ ആള്. ആ കൊടിയും നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിനെ സന്തോഷപ്രദമാക്കി മാറ്റുന്നതാണ് ഈ കൊടി എന്ന് പറയുന്നത്. കൊടി ഉയർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നു, വിജയത്തെ കാണിക്കുന്നു അല്ലെ? കൊടി ഉയർത്തുന്നത് എന്താണ്? നമ്മൾ ഓരോ നല്ല കാര്യങ്ങൾക്കും വേണ്ടി കൊടി ഉയർത്താറുണ്ട്. അതുപോലെ അതിനിടയ്ക്ക് ഇതിന്റെ രണ്ടിന്റെ കൂടി ഇടയ്ക്ക് ഒരു വര കാണാം. അപ്പം അതിനെ ഊർധ്വരേഖ എന്ന് പറയും. ഊർധ്വരേഖ അത് എത്ര താഴെ കൂടെയുള്ളവരാണെങ്കിൽ പോലും അവരെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരും എന്ന് നമുക്ക് ഭഗവാൻ തരുന്ന ഒരു എന്താണ്, ഒരു പ്രസ്താവനയാണ്. ഏത് താഴേക്കിടയിൽപ്പെട്ടവനെയാണെങ്കിലും ഞാൻ ഉയർത്തിക്കൊണ്ടു വരും. അവിടെ താഴേക്കിടയെന്നോ അല്ലെങ്കിൽ ഉയർന്നവനെന്നോ ഭഗവാന് യാതൊരു ഭേദഭാവവും ഇല്ല എന്ന് കാണിക്കുന്നതാണ്. അപ്പം നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാനെ ഒരുപാട് പറയുന്നുണ്ട്. 9:32 ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, ഏത് തരത്തിലുള്ളവനെയാണെങ്കിലും ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവരും. എന്നെ ആശ്രയിക്കുന്നവർ അഭിചേത്സു ദുരാചാരോ ഭജതേ മാം അനന്യഭാഗ്
സാധുരേവ സമന്തസ്യ സമ്യക് വ്യവസ്ഥോ ഹി സഹ. എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമായിരിക്കും ഇത്. എന്താണ്? അഭിചയത് സുദുരാചാരോ. ഇനി അവൻ ദുരാചാരനായിട്ടുണ്ട് ആയിക്കോട്ടെ, അവൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ, അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്തെല്ലാം തെറ്റുകളാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്തോട്ടെ, പക്ഷേ ചെയ്തിരുന്നാലും എന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നല്ല, അവൻ ചെയ്യണമെന്ന് യാതൊരർത്ഥവും അവിടെ ഇല്ല, അതും ഓർക്കരുത്. പക്ഷെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, നമ്മൾ അറിവില്ലായ്മ കൊണ്ട് എന്തെല്ലാം പാപങ്ങൾ ചെയ്താലും ശരി, ചെയ്തിരുന്നാലും ശരി, അവൻ എന്നെ അനന്യഭാഗമായിട്ട് ഞാൻ അവന് എന്റേത് തന്നെയാണ് അവൻ, അല്ലാതെ എന്നിൽ നിന്ന് അന്യനല്ല എന്ന ചിന്തയോടുകൂടി എന്നെ ഭജിക്കുകയാണെങ്കിൽ, ഭജതേ മാം അനന്യഭാഗ്, അങ്ങനെയുള്ള ഒരുവൻ എന്ത് കിട്ടും? എപ്പോഴും കിട്ടും. അവനെ ഞാൻ ആരായി കണക്കാക്കും? സാധു ദേവസമന്തവ്യ, അവനെ സാധുവായിട്ട് തന്നെ ഞാൻ കണക്കാക്കും. അവനെ എങ്ങനെ വേണം നമ്മൾ ഭജിക്കാൻ എന്നുള്ളതാണ്. അവൻ നേരത്തെ കാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, പക്ഷേ അവൻ അതിൽ മനസ്താപമുണ്ട്, ചെയ്തു പോയതിനെ കുറിച്ച് ഓർത്ത് അവൻ വിഷമിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇനിയും ദുരാചാരിയായി പോയി എങ്കിൽ പോലും ഞാൻ അവനെ സാധുഭാവത്തിൽ തന്നെ കാണുമെന്നാണ് ഭഗവാൻ പറയുന്നത്. സമ്യക് വ്യവസ്ഥോ ഹി സഹ. ആ ശ്ലോകമൊക്കെ വളരെ ഇതായിട്ട്, അപ്പൊ ഭഗവാനെ ആശ്രയിക്കുന്നവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു പോയെങ്കിൽ, അവൻ അതിൽ പശ്ചാത്തപിക്കുന്നു എങ്കിൽ, തീർച്ചയായും പിന്നീട് അവൻ അത് ചെയ്യുന്നില്ല എങ്കിൽ അവനെ ഞാൻ എന്റേതായി കണക്കാക്കും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്, അവൻ എന്നിൽ നിന്ന് അന്യനല്ല എന്ന് അവന്റെ മനസ്സിലുണ്ടാകണം എന്നുള്ളത്. അതല്ലാതെ കാര്യമില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യണം? നാമം ജപിക്കണമെന്നും അതുപോലെ ഓരോരുത്തരും ഭഗവാന് വേണ്ടി ഡിവോഷണൽ സർവീസ് ചെയ്യണമെന്നും പറയുന്നത്. ഒന്നിൽ എന്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഞാൻ ഭഗവാനെ കാണാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരൻ എന്ന് വെച്ചാൽ അത്രത്യം സ്നേഹമുള്ള ഒരു കൂട്ടുകാരനെ പോലെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ സേവകനെ പോലെ, അല്ലെങ്കിൽ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാമുകനെ കാണുന്ന ഭാവത്തിൽ അത്രമാത്രം സ്നേഹത്തോടു കൂടി ആ ഭാവത്തിൽ, പ്രേമഭാവത്തിൽ അത് വേണമെങ്കിലും ആകാം. ഏത് രീതിയിലും നമ്മൾ ഭഗവാനെ എന്നിൽ നിന്ന് അന്യമല്ല എന്ന ചിന്താഗതി വെച്ചുകൊണ്ട് വേണം ഭഗവാനെ കാണാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു എബിസ്യു പാവയോനയ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്ര, സ്ത്രീ ആകട്ടെ വൈശ്യനാകട്ടെ ശൂദ്രനാകട്ടെ ആരും ആയിക്കൊള്ളട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ അവൻ എന്നിൽ നിന്ന് അന്യനായിരിക്കരുതേ, അവനെ തന്നെ അത് പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏത് വംശത്തിൽപ്പെട്ടവനായാലും ഞാൻ അവനെ എന്നിൽ നിന്ന് അന്യനായി കാണുകയും അവനെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് അവനോട് ഞാൻ കാരുണ്യം കൊടുക്കും. അപ്പൊ ഭഗവത് തൃപാദങ്ങളെ ആശ്രയിച്ചാൽ നമുക്ക് കാരുണ്യം കിട്ടുമെന്ന് കാണിക്കുന്ന അതിനൊരടയാളം അവിടെ തന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു ഊർധ്വരേഖയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം അവിടെ ഏതെല്ലാം ഒരുപാട് ശ്ലോകങ്ങൾ തന്നിട്ടുണ്ട്. അതിലെ നമുക്ക് 9, 31, 30, 31, 32 ഒക്കെ ഭഗവാൻ ഇത് ആശ്രയം നമുക്ക് തരുമെന്ന് പറയുന്ന ആ ഒരിതാണ്. ഭഗവത് സേവനത്തിൽ ഏർപ്പെടുക, ആശ്രയം ഞാൻ തരും എന്ന് കാണിക്കുന്ന ശ്ലോകങ്ങളാണ് അവിടെയൊക്കെ കാണുന്നത്. പിന്നീട് അടുത്തത് നമ്മൾ കാണുന്നത് താമരയാണ്. താമരയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മള് ബുദ്ധിമാതാ പ്രയറിൽ പഠിച്ചു കഴിഞ്ഞു. നമഃ പങ്കജനാഭായ, നമഃ പങ്കജമാലിനേ, നമഃ പങ്കജനേത്രായ, നമസ്തേ പങ്കജാംഘ്രേ, അല്ലെ? അപ്പൊ അവിടെ ഒരു ഭഗവാന്റെ നാഭി എങ്ങനെയാണ്, എങ്ങനെയാണെന്ന് പറഞ്ഞു. കഴുത്തിൽ എന്താണുള്ളത്, അപ്പം കണ്ണ് എന്തുപോലെയാണ്, അതുപോലെ ആ നോട്ടം എങ്ങനെയാണ്, അംഘ്രി എങ്ങനെയാണ്, അപ്പം പാദം താമര പോലെ സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളും താമരയോട്, ഒരുപാട് താമരയുടെ ആ സോഫ്റ്റ്നെസ്സും അതിന്റെ പ്രത്യേകതയും ഭഗവാന് എവിടെയും നമ്മളെ പങ്കജനാഭൻ ഏത് പേര് ഭഗവാന്റെ എടുക്കുമ്പോഴും നമ്മൾ എന്താണ് കാണുക? ഭഗവാന്റെ ആ പങ്കജത്തോടെ താരതമ്യപ്പെടുത്തിയാണ് കാണിക്കുന്നത്. അപ്പം നമ പങ്കജനാഭായ, നമ പങ്കജമാലിനേ, നമ പങ്കജനേത്രായ, നമസ്തേ പങ്കജാംഘ്രേ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ പിന്നെ അതിന്റെ പ്രത്യേകത, താമരപ്പൂ എന്ന് പറയുന്നത് ഭഗവാന്റെ പാദം താമര പോലെ സോഫ്റ്റ് ആണെന്ന് പറയുന്നു. താമരപ്പൂവിനെ തേനിന്റെ വൈശിഷ്ട്യത്തെ കുറിച്ച് നമ്മളപ്പോ ചിന്തിക്കണം. ഇനിയും ചിലതരം തേനീച്ചകളൊക്കെ ഈ പത്മമധു മാത്രം കഴിക്കുന്നവരുമുണ്ട്. അങ്ങനെ വളരെ പ്രാധാന്യമുള്ളതാണ് താമരയ്ക്ക്. അതുപോലെ നേത്രരോഗത്തിന്, പിന്നെ
ഒരു മരുന്നാണ്. പിന്നെ നമ്മുടെ അജ്ഞത മാറ്റുന്നതിനും ഇതിന് വളരെ സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് താമരയെ കുറിച്ച് പറഞ്ഞു. പിന്നെ കൊടി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു, വിജയത്തിന്റെ ചിഹ്നമാണ് കൊടി എന്ന് പറഞ്ഞു. പിന്നെ ഭയത്തിൽ നിന്നുള്ള മോചനം ആ കൊടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നും ഓർത്തുകൊള്ളണം കൊടി. പിന്നെന്താണ് ഞാൻ പറഞ്ഞു, വിജയിക്കുമ്പോ കൊടി ഉയർത്തും. നമ്മള് ഭഗവത്ഗീതയിൽ ഏതാണ് എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര വിജയോ ഭൂതർമ. അപ്പൊ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ, അർജുനൻ എവിടെയുണ്ടോ അവിടെ വിജയം ഉറപ്പാണ്. അവിടെ കൂടി ഉയരുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാം. പിന്നെ അങ്കുശം എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ആനയെ നിയന്ത്രിക്കുന്ന ഒരു തോട്ടി, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിലും. നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ വിടുന്നത് ആനയ്ക്ക് മതം പൊട്ടുന്നത് പോലെയാണ്. ദേഷ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കില്ല. അത്രമാത്രം ഒന്നിൽ നിന്ന് ഒരു ദേഷ്യത്തെ അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റൊരാതി ചെയ്തു, അവനെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, അങ്ങനെ നമുക്ക് ഭയങ്കരമായ ദേഷ്യം നമുക്ക് ഉണ്ടാകും. അപ്പം ആ ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഭയങ്കരമായ ശത്രുവായി നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പൊ മനസ്സിന്റെ കൺട്രോൾ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെക്കുറിച്ചും എന്തും ചിന്തിച്ചു പോകും. നമ്മളൊരു ഭക്തനാണെന്ന് പോലും അപ്പൊ ചിന്തിക്കാതെ വരും. മറ്റു ഭക്തന്മാരെ കുറിച്ച് പോലും ഒരിക്കലും പറഞ്ഞുകൂടാത്തതാണ്. മറ്റു ഭക്തന്മാരെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഭഗവാൻ ഇഷ്ടമല്ല. ആവശ്യമില്ലാത്ത ചിന്താഗതി പോലും നമ്മളിൽ വരാൻ പാടില്ല. പക്ഷേ ചിലപ്പോൾ നമ്മളത് ഉണ്ടാകുന്നു. അങ്ങനെയാണല്ലോ പലരും തമ്മിൽ വഴക്കുണ്ടാകുന്നത് തന്നെ. അങ്ങനെ ഒരു വഴക്കില്ലാതെ അങ്ങനെ ആ കൺട്രോൾ വിടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പം ഇത് അതിനെ കുറിക്കുന്ന ഒരു ചിഹ്നം എന്നാണ് ഉള്ളത്. അപ്പം അതുപോലെ നമുക്കറിയാം, ഭഗവാൻ എത്രയോ വലിയ, ആ ഭഗവാനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞിരുന്നു? രാധാറാണിയുടെ പാദത്തിലും ഇതുണ്ട്. ഈ ഭഗവാനെ കൺട്രോൾ ചെയ്യാൻ, ഭഗവാന്റെ ആ ഭാവത്തെ കൺട്രോൾ ചെയ്യാൻ രാധാറാണിക്ക് കഴിഞ്ഞിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭഗവാനെ രാധാറാണി കൺട്രോൾ ചെയ്തിരുന്നു. മദന മോഹന മോഹിനിയായിരുന്നു രാധാറാണി. അപ്പൊ രണ്ടുപേരുടെയും പാദത്തിൽ ഇത് ഉണ്ട്. അപ്പം ഏതൊരു രീതിയിലേക്ക് നമ്മുടെ ഭാവം പോകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം എന്ന് കാണിക്കുന്ന ഒന്നാണ് ഈ അങ്കുശം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു അടയാളമെന്ന് മാത്രമേ ഉള്ളൂ. അടയാളം ഭഗവാന്റെ പാദത്തിലുള്ള അടയാളം. പിന്നെ അങ്കുശത്തിന് താഴെ വജ്രായുധമുണ്ട്. വജ്രായുധം എല്ലാവരും കേട്ടിട്ടുണ്ട്, ഒരു മിന്നൽ പിണർന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ മിന്നല് വജ്രായുധത്തെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അത് വലിയ പർവ്വതത്തെ പോലും പൊടിച്ചു കളയും, പാറകളെയെല്ലാം പൊട്ടിക്കാൻ അത്രമാത്രം കഴിവുള്ളതാണ് വജ്രായുധം. അപ്പൊ അത് നമ്മുടെ ഹൃദയത്തിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കർമ്മഫല ശൃംഖലയെ പൊടിക്കണം. നമ്മുടെ കർമ്മഫല ശൃംഖലയും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കോടാനുകോടി ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അതിന്റെ കർമ്മങ്ങളും കൊണ്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അതിനെ പാറയെ പൊട്ടിക്കുന്നത് പോലെ വേണം നമുക്ക് നാമജപം കൊണ്ടും ഡിവോഷണൽ സർവീസ് കൊണ്ടും നമ്മുടെ ഈ കർമ്മശൃംഖലയെ പൊട്ടിച്ചെടുക്കാൻ. അങ്ങനെ അതിനെ പൊട്ടിച്ചെടുക്കാനായിട്ട് ഉള്ള ഒരു അടയാളമാണ് വജ്രായുധം, ഭഗവാന്റെ പാദത്തിലുള്ള വജ്രായുധം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സ്വസ്തിക എല്ലാവർക്കും അറിയാമല്ലോ. മംഗളമര്യ എന്നുള്ളത് സ്വസ്തികയുടെ അടയാളമാണ്. അമംഗളം സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക്, ഇതെല്ലാം ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം. അമംഗളം സംഭവിക്കുകയില്ല എന്നുള്ളത് കാണിക്കുന്നു. പിന്നെ 8 ദിക്കിൽ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നാമത്തെ കാര്യം, ഈ സ്വസ്തിക ഉദ്ദേശിക്കുന്ന ഒന്നാമത്തേത് അമംഗളം സംഭവിക്കില്ല. രണ്ടാമത്തേത് 8 ദിക്കിൽ നിന്നും സംരക്ഷണം ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ ആ 8 ദിക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ദിക്കുകളിൽ നിന്നുള്ള സംരക്ഷണം നമുക്കുണ്ടാകുന്നു. പിന്നെ ഇത് രണ്ടും പ്രത്യേകമാണ്. പിന്നെ ജംബുദ്വീപ നിവാസികൾക്ക് അവരുടെ ആരാധ്യ വസ്തു ഈ ഭഗവത് തൃപ്പാദമാണ്. അപ്പൊ അവര് ഭഗവത് തൃപ്പാദത്തെയാണ് ആരാധിക്കുന്നത് തന്നെ. ആ പാദം നമ്മളും അവിടെയാണ് ആരാധിക്കേണ്ടത്. ആ ഒരു പാദത്തെ ആരാധിച്ചവര് അവരുടെ കർമ്മഫല ശൃംഖലയെല്ലാം പൊട്ടിച്ചിട്ട് ഭഗവാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എവിടെ ഉള്ളത്? വലത് ഭാഗത്തിൽ ഉള്ളത്. ഇനി ഇടത് ഭാഗത്തിലേക്ക് നോക്കിയാൽ അവിടെ ശംഖുണ്ട്, ചക്രമുണ്ട്, ശംഖചക്രം, അത് ഒക്കെ ശംഖ, ഒരു വൃത്തമുണ്ട്, ശംഖുണ്ട്. ശംഖ് എന്ന് പറയുന്നത് എന്താണ്? വിജയമാണ്. ആ വിജയത്തെ, വിജയ ലക്ഷണത്തെ കാണിക്കുന്നു. നമ്മൾ ശംഖൂതുക
നമ്മുടെ ഭഗവത്ഗീത വായിച്ചപ്പോ തുടങ്ങി ആദ്യമേ എന്ത് ചെയ്തു? ആരാണ് ഓരോരുത്തരും ശങ്കുതിയെ അനന്തവിജയം രാജാ പുത്രോ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പറയണ്ടല്ലോ. അപ്പൊ ഓരോരുത്തരും എന്താണ് വിജയം കിട്ടാൻ വേണ്ടി ശങ്കൂതി എന്നുള്ളത്. പിന്നെ 2 വൃത്തങ്ങൾ കാണാം. പിന്നെ ആകാശത്തെ സ്മരിക്കുന്നുണ്ട്. ആ വൃത്തം ആകാശത്തെ സ്മരിക്കുന്നതാണ് വൃത്തം എന്ന് പറയുന്നത്. അതുപോലെ രാസനൃത്തത്തെയും അത് സ്മരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ അത് വരുന്നു. അപ്പം എന്താ നമുക്ക് അങ്കനാമാധവോ മാധവം മാധവ ചന്ദരേണ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റൗണ്ടായിട്ടാണ് എന്താണ് രാസനൃത്തം നടത്തിയത്. അപ്പൊ ആ രാസനൃത്തത്തെയും അവിടെ ആ വൃത്തം ഉദ്ദേശിക്കുന്നുണ്ട്. ആകാശത്തെ സ്മരിക്കുന്നുണ്ട്, വിജയത്തെ ഉണ്ട്, അഭയലക്ഷണത്തെ ഉണ്ട്, പൂജയുണ്ട്, ശംഖ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നു. ആ ശംഖ് വെളി വിജയത്തെ കാണിക്കുന്നു. ഇങ്ങനെ ശംഖ്. പിന്നെ വില്ലുണ്ട്. ഞാനില്ലാത്ത വില്ല് കണ്ടാൽ അത് ഭഗവാന്റെ അതിലെ സംരക്ഷണത്തെ കുറിക്കുന്നതാണ് വില്ല്. പിന്നെന്താണുള്ളത്? അർദ്ധചന്ദ്രക്കല. ഒരു ചന്ദ്രക്കലയുണ്ട്. അത് ഭഗവാൻ ചന്ദ്രശേഖരനോട് എപ്പോഴും അവര് തമ്മിലുള്ള പ്രത്യേകതയെ സൂചിപ്പിക്കുന്നു. അർദ്ധചന്ദ്രൻ അതുപോലെ തന്നെ അർദ്ധചന്ദ്രൻ വന്നിട്ട് അത് പൂർണ്ണനാകി മാറുന്നത്, ചന്ദ്രൻ പൂർണ്ണനാകുന്നത്. അപ്പൊ അതുപോലെ നമ്മളുടെയുള്ള ഭാവങ്ങൾ മാറിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാനെ ആശ്രയിക്കണം എന്നുള്ളതും ഉദ്ദേശിക്കുന്നു. പിന്നെ ഒരു മീനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ മീന് എന്താണ്? മീനെ നമുക്കറിയാൻ ജലമില്ലാതെ ജീവിക്കാത്തതാണ് മീന്. അതുപോലെ കൃഷ്ണഭക്തനെ കൃഷ്ണന്റെ ചിന്തയില്ലാതെ ജീവിക്കാനാവില്ല എന്ന് കാണിക്കുന്നതാണ്. അതുപോലെ കാമക്രോധത്തെ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ കൃഷ്ണഭക്തൻ എപ്പോഴും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുക. പിന്നെ ത്രികോണങ്ങൾ കാണുന്നുണ്ട്. ത്രികോണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് ഇത് ത്രികോണങ്ങൾ കാണിക്കുന്നത്. പിന്നെ അതുപോലെ എന്താണ്? ജലം നിറച്ച വാട്ടർ പോട്ടിന്റെ ഒരു അടയാളവും അവിടെ ഉണ്ട്. അപ്പൊ നമ്മളത് അമൃതം നിറഞ്ഞ കുടത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ശരണാഗതന്മാർക്ക് അഭയം നൽകുന്ന, അവർക്ക് ദാഹം തീർത്തു കൊടുക്കുന്ന, അവരുടെ മനസ്സിനെ സന്തുഷ്ടമാക്കുന്ന അതാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മള് പാട്ട് പാടുമല്ലോ, ശരണാഗതന്മാർക്കിഷ്ട പരദാനം ചെയ്ത് ജമ്മേ ഗുരുവായൂർപുരം തന്നിൽ മരും അഖില ദുരിത ഹരണ ഭഗവാൻ. അഖില ദുരിത ഹരണ ഭഗവാൻ എന്നാണ് പറഞ്ഞത്. എല്ലാ ദുരിതങ്ങളെയും ഹരണം ചെയ്യുന്ന ഭഗവാൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നു. അപ്പൊ അങ്ങനെ ഇത്രയും അടയാളങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഭഗവത് പാദങ്ങളിൽ കാണാം. ഭഗവത് പാദങ്ങളിലുള്ള അടയാളങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു ഒന്നേ ഉള്ളൂ. അപ്പൊ സമയം പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാദങ്ങളിലുണ്ട്. അത് നമ്മുടെ സംരക്ഷണത്തെ നമുക്ക് വേണ്ടി അതിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ഇതെല്ലാം പ്രപഞ്ചത്തിൽ തന്നിട്ടുണ്ട് എന്നും നമ്മൾ എന്ത് ചെയ്യണം? മയ്യർപ്പിത മനോബുദ്ധിർ വ്യോമഭക്ത പ്രിയ. നമ്മുടെ മനസ്സും ശരീരം എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവർക്ക് ഭഗവാന്റെ സംരക്ഷണം ഉറപ്പായും കിട്ടും എന്ന് കാണിക്കുന്നതാണ് ഇതൊക്കെയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഒരു ഭഗവാന്റെ പാദത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഭഗവാൻ നടന്നുകൊണ്ടിരുന്നത് കൊണ്ട് ആ ഹസ്തിനാപുരത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതിന്റെ എല്ലാ അടയാളം ഉണ്ടായിരുന്നു. ഭഗവാൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഇനി കാണുകയില്ല എന്ന് കുന്തി ദേവി നേരത്തെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുന്തി പ്രയറിൽ ഇത് പഠിച്ചതാണ്. ഇപ്പൊ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അന്ന് ഞാനത് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അത് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഇപ്പൊ 22ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കാം. ഒരുപാട് സമയത്തിന് എടുത്തു. ഓക്കെ, ശ്ലോകം നമ്പർ 22. അപ്പോഴും ഭഗവത് പാദാംബുജങ്ങളാൽ അലങ്കൃതമാകത്തക്ക വിധം സൗഭാഗ്യവതിയായിരുന്ന ലോകം ഭഗവാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞോ? ദുസ്സൂചനകളൊക്കെ കാണിക്കുന്നു. ഇതൊക്കെ ഭഗവാന്റെ വേർപാടിനെ കാണിക്കുന്നതാണോ എന്ന് യുധിഷ്ഠിര മഹാരാജാവ് എന്ത് ചെയ്യുന്നു? സംശയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്പർ 22 എടുത്തോളൂ. ഇതി ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞാ പ്രത്യാഗമത് ബ്രഹ്മൻ യദുപുര്യാ കവിധ്വജഃ. ഇതി ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞാ പ്രത്യാഗമത്
പ്രത്യാഗമത് ബ്രഹ്മൻ യദുപുര്യാ കഭിധ്വജഃ ഇതി ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞാ പ്രത്യാഗമത് ബ്രഹ്മൻ യദുപുര്യാ കഭിധ്വജഃ. ഹരേ കൃഷ്ണ. ഇതി വേർഡ്സ് ഒന്ന് നോക്കൂ. ചിന്തയത തസ്യ ദൃഷ്ട അരിഷ്ടേന ചേതസ രാജ്ഞ പ്രതി ആഗമത്, അതിനെ പിരിക്കുന്ന പ്രത്യാഗമത്, പ്രതി ആഗമത് കപിധ്വജഃ. ഇത്രയും വാക്കുകളാണ്. ഇതി എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ ഇപ്രകാരം ചിന്തയത ചിന്തയതഃ ചിന്തയതസ്തസ്യ ചിന്തയതഃ എന്ന് പറഞ്ഞാല് അവിടെ വിസർഗം വന്നു, ചിന്തയതസ്നായി. ചിന്തയത സ്വയം ചിന്തിച്ചിരുന്ന, ഇങ്ങനെ തന്നെ ചിന്തിച്ചിരുന്ന അവസരത്തിൽ തസ്യ അദ്ദേഹം ദൃഷ്ട എന്ന് വെച്ചാൽ കാണുകയാൽ, ദർശിക്കുകയാൽ, അരിഷ്ടേന ദുശകുനങ്ങൾ കണ്ടു, ചേതസ മനസ്സുകൊണ്ട്, രാജ്ഞ രാജാവ്, പ്രതി ആഗമത് പ്രത്യാഗമത്, പ്രതി എന്ന് വെച്ചാൽ മടങ്ങി, ആഗമത് എന്ന് പറഞ്ഞാൽ വന്നു. അപ്പൊ പ്രത്യാഗമത് എന്ന് പറഞ്ഞാൽ മടങ്ങി വന്നു. ആരെ? ബ്രഹ്മൻ. അല്ലയോ ബ്രാഹ്മണ, യദുപുരി എന്ന് വെച്ചാൽ യദുപുരിയിൽ നിന്നും, യാദവപുരിയിൽ നിന്നും, യദുവംശരുടെ രാജ്യത്ത് നിന്നും, കപിധ്വജഃ. ആരാണ് കപിധ്വജൻ? അർജുനൻ അല്ലെ. അപ്പം ഇതി ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസ രാജ്ഞ പ്രത്യാഗമത് ബ്രഹ്മൻ യദുപുര്യാ കപിധ്വജഃ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഇതി ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസ രാജ്ഞാ പ്രതി ആഗമത് ബ്രഹ്മൻ യദുപുര്യാ കപിധ്വജഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതി ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞാ പ്രത്യാഗമത് ബ്രഹ്മൻ യദുപുര്യാ കപിധ്വജഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതി ചിന്തയതസ്തസ്യ ദൃഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞാ പ്രത്യാഗമത് ബ്രഹ്മൻ യദുപുര്യാ കപിധ്വജഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ശൗനകനോട് പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ ശൗനക, മഹാരാജാവ് യുധിഷ്ഠിരൻ ആ സമയം ഭൂമിയിൽ സംഭവിച്ച ദുശകുനങ്ങളെ ദർശിച്ച് അപ്രകാരം ചിന്തിച്ചിരിക്കെ യദുവംശജരുടെ രാജ്യത്തു നിന്നും അർജുനൻ മടങ്ങിയെത്തി. അപ്പൊ നമ്മൾ ഇതുവരെയും കണ്ടു എന്താണ്, ഒരുപാട് ദുസ്വപ്നങ്ങളൊക്കെ കണ്ടു. യുധിഷ്ഠിര മഹാരാജാവ് എന്തെല്ലാമോ അദ്ദേഹത്തിന്റെ രാജ്യത്ത് സംഭവിക്കുന്നതായി കണ്ടു. വളരെ നന്നായി ഭരിച്ചിരുന്ന, വളരെ സത്യസന്ധതയോട് ഭരിച്ചിരുന്ന രാജാവിന്റെ രാജ്യത്ത് പോലും ദുശകുനങ്ങൾ ഒരുപാട് കണ്ടു. ആൾക്കാരിലുള്ള മാറ്റങ്ങൾ കണ്ടു. നിങ്ങളൊക്കെ ആ പുസ്തകമുള്ളവർ ആ ശ്ലോകം വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെല്ലാമാണ് കാലഘട്ടത്തിനുണ്ടായ മാറ്റങ്ങളെന്ന് അദ്ദേഹം കണ്ടു. അതിനുശേഷം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഥവാ പോയ അർജുനൻ മടങ്ങിയെത്തി എന്നുള്ളതാണ്. അദ്ദേഹം അർജുനനെ എന്തിനാണ് വിട്ടിരുന്നത്? അവിടെ പോയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും ബലഭദ്ര ഭഗവാനും എങ്ങനെ ഇരിക്കുന്നു, യാദവരെങ്ങനെയുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് വരാനായിട്ട് അദ്ദേഹത്തെ അയച്ചിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നില്ല. വരാതെ താമസിക്കുന്നത് കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് വളരെയധികം ഭയവിഹ്വലനായി മാറി. അങ്ങനെ ആ ഭയത്തോടുകൂടി പല കാര്യങ്ങളും സ്വന്തം അനുജനോട് ഇങ്ങനെ ഭീമസേനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം വളരെയധികം കൺട്രോൾ വിടുന്നു. ഭഗവാന്റെ പാദം അതുപോലെ ആരതിനൊരു സൂചന കൊടുത്തിരുന്നു. അവൻ നാരദ മഹർഷി കൊടുത്ത സൂചനയും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്രകാരം അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, എന്റെ ഭഗവാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായി. കൃഷ്ണനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ഏത് സമയത്തും നമ്മളുടെ മനസ്സിൽ എന്തുണ്ടാകണം? കൃഷ്ണ ചിന്ത എപ്പോഴും ഉണ്ടാകണം. കാരണം നമ്മളെല്ലാം വിചാരിക്കും, എന്തിനാ ഈ ചെറുപ്പത്തിലെ നാം നിങ്ങളൊക്കെ വളരെ
അപ്പൊ ഇപ്പൊ എന്തിനാണ് ഈ ചെറുപ്പത്തിൽ നാമം ജപിക്കുന്നത്? അതോട് പ്രായമായിട്ട് നമുക്ക് അതിന് സമയം കിട്ടുമോ എന്ന് നമുക്കറിയില്ല. ശേഖര മഹാരാജാവ് പോലും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കൃഷ്ണ തുരീയ പദപങ്കജ പഞ്ചരാന്തം അദ്യൈവമേ വിശതു മാനസരാജഹംസം പ്രാണപ്രയാണ സമേ കഫവാദവിധൗ കണ്ഠാവരോധന വിധൗ സ്മരണം കുതസ്തേ. കൃഷ്ണ, അങ്ങയുടെ പാരായി ത്വദീയ പദപങ്കജ പഞ്ചരാന്തം, അദ്ദേഹത്തിന്റെ ആ പാദത്തിലെ സ്മരണ, അദ്യൈമമേ വിശദ രാജസമാനഹംസം, എന്റെ ആ ഒരു മനസ്സാകുന്ന ആ രാജഹംസം അദ്ദേഹത്തിന്റെ പാദത്തിൽ വിടാതെ തുടരട്ടെ, എപ്പോഴും ആ പാദത്തിൽ തന്നെ ഉണ്ടാകട്ടെ. ഇനി അല്ലെങ്കിൽ എന്ത് സമയിക്കും? ഞാൻ പ്രായമായിട്ട് നാമം ജപിക്കാമെന്ന് കഴിഞ്ഞാൽ പ്രാണപ്രയാണ സമയേ കഫവാദ പിത്തവും, ആ പോവാറാവുമ്പോഴത്തേക്ക് എന്റെ ശരീരമെല്ലാം ഇപ്പൊ എന്താണ്, ഞങ്ങളെ പോലൊക്കെയുള്ള പ്രായമായവർക്ക് എന്ത് സംഭവിക്കും? ശരിക്കും ആരോഗ്യമില്ല, ശരിക്കും സംസാരിക്കാൻ കഴിയില്ല, ശരിക്കും ക്ലാസ് എടുക്കാൻ കഴിയില്ല, മനസ്സ്, തൊണ്ട ഇതൊക്കെ ഇങ്ങനെ തടുത്തുകൊണ്ടിരിക്കും ഇതിനെ, ആ ഓരോ അസുഖങ്ങളാല്. അപ്പം പ്രാണപ്രയാണ സമയം, ഇപ്പൊ നിങ്ങളൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ഇപ്പൊ അതിനുള്ള അവസരമാണ്. അപ്പൊ പ്രാണപ്രയാണ സമയം ഇതിനൊന്നും, മരിക്കുന്ന അവസരത്തിൽ, മരിക്കാൻ പോകുന്ന വേളയിൽ ഇതിനൊന്നും സമയം കിട്ടത്തില്ല. വയസ്സായി കഴിഞ്ഞാൽ ഇതിനുള്ള അവസരം ഒന്നുമില്ല. പ്രാണപ്രയാണ സമയം അപ്പൊ എന്ത് സംഭവിക്കും? കഫവും കൊണ്ടും വാദം കൊണ്ടും പിത്തം കൊണ്ടും നമ്മുടെ തൊണ്ട എന്താണ് വിലക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് നാമം ജപിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുക. എന്റെ കൃഷ്ണ, എന്റെ മനസ്സാകുന്ന അരയന്നം അങ്ങയുടെ പാദപങ്കജത്തിൽ തന്നെ ജപിക്കട്ടെ. അവസാന സമയം എനിക്ക് ഇതിനെ പറ്റിയെന്ന് വരില്ല. അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നാരായണ അല്ലെങ്കിൽ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് പോകാൻ കഴിയുള്ളൂ. ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്തിനാണ് ഈ 16 റൗണ്ട് അല്ലെങ്കിൽ ശ്രീലപ്രഭുപാദർ 64 റൗണ്ട് പറഞ്ഞു. അപ്പൊ അത്രയും പറ്റില്ല എന്ന് പറഞ്ഞു 32 റൗണ്ടാക്കി കൊടുത്തു. അതുപോലും പറ്റില്ല എന്ന് പറഞ്ഞു 16എങ്കിലും ആക്കിക്കോ, 16എങ്കിലും ജപിക്കേ എന്ന് പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ചത് എന്തിനാണ്? ഇങ്ങനെ നമ്മൾ എന്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അത് നമ്മുടെ അവസാനം വരെ നിലനിൽക്കും. അതിനാണ് ഈ 16 റൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ നിർബന്ധിക്കുന്നത്. അപ്പൊ ഇതുപോലെ ആ കൃഷ്ണ തുരീയ പദപങ്കജ പഞ്ചരാന്തം മധ്യൈവമേ വിശതു മാനസ രാജഹംസം പ്രാണപ്രയാണ സമയേ കഫവാദവിത്തവും കണ്ഠാവരോധന വിധവും സ്മരണം കുതസ്തേ. എനിക്ക് അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ അത് സ്മരിക്കാൻ തയ്യാറാകണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അതുപോലെ യുധിഷ്ഠിര മഹാരാജാവ് എന്നുണ്ട് ഭഗവാന്റെ പാദപങ്കജത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എപ്പോഴും മനസ്സിലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് ശ്ലോകം 23. തം പാദയോർനിപതിതം അയഥാപൂർവമാധുരം ആതുരം അധോവനമ ബിന്ദൂൻ സൃജന്തം നയനാബ്ജയോ. അപ്പം തം പാദയോർനിപതിതം അയഥാപൂർവമാധുരം അധോവദനമ ബിന്ദൂൻ സൃജന്തം നയനാബ്ജയോ. തം എന്ന് പറഞ്ഞാൽ വേർഡ്സ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. തം പാദയോഹോ നിപതിതം അയഥാപൂർവം ആതുരം അധവദനം. അധോവദനമാണ്, അതിന് നമ്മൾ പിരിക്കുമ്പോഴാണ് അധഹ വദനം എന്ന് പറയുന്നത്. അധഹ വദനം അബ്ബിന്ദൂൻ സ്രജന്തം നയനാബ്ജയോ എന്നാണ് വാക്ക് കിടക്കുന്നത്. അപ്പം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. തം പാദയോർ നിപതിതം അയഥാപൂർവമാധുരം അധോവദനമബ്ബിന്ദൂൻ സൃജന്തം നയനാബ്ജയോഹോ. തം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ, ആരാണ് ഇവിടെ അദ്ദേഹം? അർജുനനാണ്. ആര് വന്നത്? അർജുനൻ വന്നു. പാദയോഹോ പാദങ്ങളിൽ, നിപതിതം. അപ്പം അർജുനൻ എന്ത് ചെയ്തു? യുധിഷ്ഠിരന്റെ പാദപത്മങ്ങളിൽ വണങ്ങി. അപ്പം അദ്ദേഹത്തിന്റെ യുധിഷ്ഠിരന്റെ പാദയോഹോ പാദങ്ങളിൽ നിപതിതം വണങ്ങി. എങ്ങനെയാണ് വണങ്ങിയത്? അയഥാപൂർവം അഭൂതപൂർവമായിട്ട് വളരെ സങ്കടത്തോടു കൂടിയാണ് അവിടെ വന്ന് വണങ്ങുന്നത്. അതാണ് ഇതിനു മുമ്പ് അർജുനന് സങ്കടമെന്നൊന്നും കണ്ടിട്ടില്ല. അയഥാപൂർവം അങ്ങനെ അഭൂതപൂർവമായി ആതുരനായി ദുഃഖിതനായി അധോവദനം തലകുനിച്ച് അബ്ബിന്ദൂൻ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് സ്രജന്തം അബ്ബിന്ദൂൻ സ്രജന്തം അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് നയനാബ്ജയോ പത്മാസന നയനങ്ങളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടാണ് അവിടെ വന്നത്. അപ്പൊ അതിന്റെ വിവർത്തനം, യുധിഷ്ഠിര മഹാരാജന്റെ പാദങ്ങളിൽ വണങ്ങാനായി അർജുനൻ കുനിഞ്ഞപ്പോൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അദ്ദേഹം വിഷണ്ണനായിരിക്കുന്നത് യുധിഷ്ഠിരൻ അഭൂതപൂർവമായി കണ്ടു. അദ്ദേഹത്തിന്റെ ശിരസ് താഴ്ന്നിരുന്നു. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ അംബുജനേത്രങ്ങളിൽ നിന്നും അശ്രുക്കൾ പൊടിയുന്നുമുണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. ഒന്ന് ശ്ലോകം വായിച്ചോളൂ.
ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ തം പാദയോ നിവിദിതം അയഥാപൂർവം ആതുരം അധോ വദന അബിന്ദുൻ സുജന്തം നയനാബ്ജയോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രഭു നയനാബ്ജയോഹോ. ഓ ഹരേ വരുമ്പോ കൃഷ്ണ. ഓ എന്ന് പറയണം കേട്ടോ. നയനാബ്ജയോഹു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. തം ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ തം പാദയോർനിപതിതം അയഥാപൂർവമാധുരം അധോ വദനം അബ്ദിന്ദൂൻ സൃജന്തം നയനാബ്ജയോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 24-ാമത്തെ ശ്ലോകം ഇനി നമുക്ക് അതുകൂടെ ഒന്ന് വരുത്തുന്നത്. വിലോക്യോദ്വിഗ്ന ഹൃദയോ വിച്ഛായ മനുജം നൃപഃ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരന്നാരഭേദിതം. വിലോക്യോദ്വിഗ്ന ഹൃദയോ വിച്ഛായ മനുജം നൃപഃ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരന്നാരഭേദിതം. വിലോക്യോദ്വിഗ്ന ഹൃദയോ എന്ന ഒരു വാക്കിനെ നമ്മൾ പിരിക്കുകയാണ്. വിലോക്യ ഉദ്വിഗ്ന ഹൃദയ കേട്ട, അത് മനസ്സിലാക്കിക്കോണേ. വിലോക്യ ഉദ്വിഗ്ന ഹൃദയ 3 വാക്കുകളെ ഒന്നിച്ച് പറഞ്ഞിരിക്കുകയാണ്. വിലോക്യോദ്വിഗ്ന ഹൃദയോ. ഇനി അടുത്തത് വിച്ഛായം അനുജം നൃപഃ. വിച്ഛായം അനുജം നൃപഃ പൃച്ഛതി സ്മ സുഹൃത്ത് മധ്യേ. സുഹൃൻ മധ്യേ എന്നുള്ള സുഹൃത്ത് മധ്യേ സംസ്മരൻ നാരദ ഈരിതം. സംസ്മരൻ നാരദ ഈരിതം, അതാണ് സംസ്മരൻ നാരദേരിതം. അത് ഒന്നുകൂടെ ഓർക്കണം. സംസ്മരൻ നാരദ ഈരിതം, അതിനെ ചേർക്കുമ്പം സംസ്മരൻ നാരദേരിതം. നാരദൻ പറഞ്ഞതുപോലെ വിലോക്യ എന്ന് വെച്ചാൽ കണ്ടിട്ട്, ഉദ്വിഗ്ന ഉത്കണ്ഠാഭരിതനായിട്ട്, ഹൃദയം വിച്ഛായം വിളറിയ രൂപം. വിവർണനായി വളരെ വിഷാദഗ്രസ്തനായിരുന്നു അർജുനൻ, അതാണ് വിളറിയ രൂപത്തോടുകൂടി. അനുജം അർജുനൻ, നൃപഃ രാജാവ്, പൃച്ഛതി സ്മ ആരാഞ്ഞു ചോദിച്ചു, സുഹൃത്തുക്കൾ മധ്യേ സുഹൃത്തുക്കളുടെ ഇടയിൽ സംസ്മരൻ ഓർമ്മിച്ചുകൊണ്ട്, സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നാരദ എന്ന് പറഞ്ഞാൽ നാരദ മഹർഷി ഈരിതം സൂചിപ്പിച്ച. ഞാൻ മുമ്പേ പറഞ്ഞു നാരദ മഹർഷി സൂചിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ വിലോക്യ എന്ന് പറഞ്ഞാൽ ദർശിച്ചു. ഉദ്വിഗ്ന എന്ന് വെച്ചാൽ വളരെ ഉത്കണ്ഠാപൂർവത്തോടുകൂടി, ഹൃദയം ഉത്കണ്ഠാപൂരിതമായ ഹൃദയത്തോടുകൂടി. വിച്ഛായം വിളറിയ രൂപം. അനുജം അർജുനൻ, നൃപൻ രാജാവ്, പൃച്ഛതി സ്മ ചോദിച്ചു, സുഹൃത്തുക്കൾ, മധ്യേ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. സംസ്മരൻ ഓർമ്മിച്ചുകൊണ്ട്, സ്മരിച്ചുകൊണ്ട്. നാരദ മഹർഷി സൂചിപ്പിച്ചതുപോലെ. വിവർത്തനം ഹൃദയഭേദകമായ ചിത്തോദ്വേഗ ഹേതുകായ എന്ന് വെച്ചാൽ ഹൃദയഭേദകമായി മനസ്സിൽ എന്തോ തങ്ങി നിൽക്കും. നമുക്ക് വലിയ വിഷമം ഉണ്ടാകുന്ന എന്താണ്, സംസാരിക്കാൻ പോലും കഴിയില്ല അല്ലെ. അപ്പൊ അതുപോലെ ഹൃദയഭേദകമായ ചിത്തോദ്വേഗ ഹേതുവാകയാൽ വിവർണനായ അർജുനനെ ദർശിച്ച മഹാരാജാവ് യുധിഷ്ഠിരൻ, അർജുനനെ കണ്ട മഹാരാജാവായ യുധിഷ്ഠിരൻ ദേവർഷി നാരദൻ പണ്ട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർത്തു. അദ്ദേഹം എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ, അല്ലാതെ രാജകാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പ്രത്യേകം അദ്ദേഹത്തിന്റെ ആസനസ്ഥനായതിനു ശേഷം ഒരിടത്ത് ഇരുന്നിട്ടാണ്. ഇവിടെ അതൊന്നും അദ്ദേഹം പാലിച്ചില്ല. അദ്ദേഹം എല്ലാവരുടെയും മധ്യത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ അർജുനന്റെ വിഷമം എന്താണ് എന്നും അതിന്റെ വൈഷമ്യത്തിന് കാരണം എന്താണെന്നും അദ്ദേഹം അവിടെ വെച്ച് തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞിവിടെ നിർത്തുകയാണ്. അപ്പം വിലോക്യോദ്വിഗ്ന ഹൃദയോ വിച്ഛായ അനുജം നൃപഃ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരൻ നാരദ ഭേദിതം. ഇതാണ് 2 ടൈംസ്. ഒന്ന് ഒരാൾ വായിച്ചിട്ട് നിർത്തും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓ നമോ ഭഗവതേ വാസുദേവായ വിലോക്യദിഗ്നഹൃദയോ വിച്ഛായ മനുജം നൃപ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മര നാരദേരിതം. സംസ്മര നാരദേരിതം. ഹരേ കൃഷ്ണ മാതാജി. വിലോക്യോദ്വിഗ്ന ഹൃദയോ വിച്ഛായ മനുജം നൃപഃ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസ്മരൻ നാരദേരിതം. ഹരേ കൃഷ്ണ. മാതാജി വേറൊരാൾ വായിക്കട്ടെ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിലോക്യ ഉദ്വിഗ്ന ഹൃദയോ വിച്ഛായ മനുജം നൃപഃ പൃച്ഛതി സ്മ സുഹൃന്മധ്യേ സംസാര നാരദോത്ഥിതം.
ഹരേ കൃഷ്ണ മാതാജി. അല്ല മാതാജി, സംസ്മരൻ നാരദേരിതം. സംസ്മരൻ അങ്ങനെ പിരിച്ചു നോക്കൂ. സംസ്മരൻ നാരദ ഈരിതം. സംസ്മരൻ നാരദ ഈരിതം. അത് ചേർക്കുമ്പോഴേ സംസ്മരൻ നാരദേരിതം. സംസ്മരൻ നാരദേരിതം. ഹരേ കൃഷ്ണ. നാരദേരിതം. ഓക്കെ, ഇനി ആർക്കെങ്കിലും മനസ്സിലാകത്തോണ്ടോ അത്? ഓക്കെ, ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും വരിക. എന്തെങ്കിലും സംശയമുണ്ടോ? ഈ പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ ഈ ശ്ലോകത്തിന്റെ സംശയമല്ല മാതാജി, എനിക്ക് ഇന്നലെ ഒരു സംശയം വന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും എല്ലാം നമ്മൾ ഹരേ കൃഷ്ണ ആണ് ആദ്യം തുടങ്ങുന്നത്. അപ്പൊ വേറൊരു ഭാഗവതം ബുക്ക് വായിച്ചപ്പം ഹരേ